റഫറി ഓമന തൃശൂർ, അമ്പേഴ്സ് വേണുഗോപാൽ കണ്ണൂർ, ഫൈസൽ വയനാട്. ആദ്യ മത്സരത്തിന് വേണ്ടി ഇതാ മാച്ച് റഫറി ടോസ് ചെയ്യുന്നു. ടോസ് വിൻ ബൈ സൂര്യകാന്തി. ചോയ്സ് കോഡ്. ടീം ക്യാപ്റ്റൻ പ്ലീസ് ലൈനപ്പ്. ഫുൾ ടീം ലൈനപ്പ്. ടീമുകളെ പരിചയപ്പെടുവാനായി എത്തിച്ചേരുന്നത് ശ്രീ ബി അജയ് കുമാർ, കൊല്ലം ജില്ലാ കരാട്ടെ അസോസിയേഷൻ ട്രഷറർ, നാഷണൽ റഫറി ആൻഡ് ജഡ്ജ്, കരാട്ടെ ആൻഡ് യോഗ. ബി അജയ് കുമാർ ടീമിനെ പരിചയപ്പെടുവാനായി എത്തിച്ചേരുന്നു. കേരള ക്യൂൺസ് കേരള ടീമിനെയാണ് ആദ്യം പരിചയപ്പെടുന്നത്. ശ്രീ ബി അജയ് കുമാർ, കൊല്ലം ജില്ലാ കരാട്ടെ അസോസിയേഷൻ ട്രഷറാണ്, നാഷണൽ റഫറി ആൻഡ് ജഡ്ജാണ്, കരാട്ടെ ആൻഡ് യോഗ. KKL സീസൺ 3യുടെ ആവേശകരമായ മൂന്നാം സീസൺ അതിന്റെ ഉജ്ജ്വലമായ 4ാം ദിനത്തിലെ കബഡി മാമാങ്കത്തിൽ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കുവാനെത്തിയ ബി അജയ് കുമാർ, കൊല്ലം ജില്ലാ കരാട്ടെ അസോസിയേഷൻ ട്രഷറർ, നാഷണൽ റഫറി ആൻഡ് ജഡ്ജ്, കരാട്ടെ ആൻഡ് യോഗ. താങ്ക് യു ബി അജയ് കുമാർ. താങ്ക് യു വെരി മച്ച്. ആവേശകരമായ കബഡി മത്സരങ്ങൾ കാണുവാൻ മുഴുവൻ കായിക പ്രേമികളെയും കബഡി സ്നേഹികളെയും സൂര്യകാന്തി ഫൗണ്ടേഷൻ സ്നേഹപൂർവ്വം നിങ്ങളെ കബഡി കളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യ റൈഡുമായി കേരള ക്യൂൺസിന്റെ ക്യാപ്റ്റൻ, സീനിയർ ഇന്ത്യൻ ക്യാമ്പ് വിദ്യ റൈഡ് കഴിച്ച് മടങ്ങുമ്പോൾ മറുഭാഗത്തു നിന്നും ക്യാപ്റ്റൻ തന്നെയാണ് എത്തുന്നത്. 7ാം നമ്പർ പ്ലെയർ മോണിഷ. പോയിന്റുമായി മടങ്ങുമ്പോൾ കേരള ക്യൂൺസിന് വേണ്ടി അഖില, സീനിയർ നാഷണൽ പ്ലെയർ അഖില ബോണസ് പോയിന്റ് ചെയ്ത് മടങ്ങുന്നു. സൂര്യകാന്തിക്ക് വേണ്ടി 5ാം നമ്പർ താരം പ്രിയങ്ക ഗലിയ. ക്യാപ്റ്റൻ കൂടിയായ മോനിഷ.
Score 4 all. Surigandhi 4 point. Kerala Queens 4 point. 4 all. Five four. Kerala 5 point. Surigandhi 4 point. Super tackle. പരമാവധി ശ്രമിക്കുന്നു. അവസാന ശ്വാസം വരെയും വിജയം നേടുവാൻ കുതിക്കുന്ന ഒടുവിൽ ശാസ്ത്രമടക്കി കീഴടക്കുന്ന കരുത്തിന്റെ ഉജ്ജ്വലമായ ആവേശം പ്രകടമാക്കുന്ന കബഡി മനോഹരമായ ഒരു സൂപ്പർ ടാക്കലിലൂടെ കേരള ടീമിന് ഇപ്പോൾ 2 പോയിന്റാണ് ലഭിക്കുന്നത്. കേരള ടീമിന്റെ കോർട്ടിലാണ് ഇപ്പോൾ മനോഹരമായ ഒരു സൂപ്പർ ടാക്കൽ നമ്മൾ കണ്ടത്. സ്കോർ കേരള ക്യൂൻസ് 10 point. Kerala Queens 7 point. Surigandhi 7 point. ക്യാപ്റ്റൻ കൂടിയായ നമ്പർ 7 തന്നെയാണ് റൈഡ് ചെയ്യുന്നത്. അതാ വീണ്ടും ശക്തമായ ഒരു ക്യാച്ച് മോനിഷയെ ക്യാച്ചാക്കി മാറ്റിയിരിക്കുന്നു കേരള ടീം. സ്കോർ 11. കേരള 11 7 point. സൂര്യകാന്തി റൈഡ് കേരള ടീം. വാവ്, വിട്ടുകൊടുക്കില്ല എന്ന ശക്തമായ കരുത്തിന്റെ പോരാട്ടം അവിടെ. പ്രിയങ്ക വാവ്, വെറുതെ പോയ ആളിനെ ഓടിച്ചിട്ട് പിടിച്ച് 2 പോയിന്റ് കൊടുക്കുകയാണ് അവിടെ. കേരള ക്യൂൻസ് 12 point. 10 point. സൂര്യകാന്തി 12-10. വീണ്ടും സൂപ്പർ ടാക്കൽ തെളിയുന്നു അവിടെ.
12 all. Score 12 all. 12-12 എന്ന സ്കോറിൽ ഇപ്പോൾ മത്സരമെത്തുകയാണ്. 12-12. കേരള 12 പോയിന്റ്, സൂര്യകാന്തി 12 പോയിന്റ്. റൈഡ് കേരള അഖില സീനിയർ നാഷണൽ പ്ലെയർ. അഖിലയെ ക്യാച്ച് ചെയ്യുമ്പോൾ സൂര്യകാന്തിക്ക് ലഭിക്കുന്നത് 3 പോയിന്റ്. 3 പോയിന്റ് ലഭിക്കുന്നു. 15-12. സൂര്യകാന്തി 16-12. സൂര്യകാന്തി 16, 12 പോയിന്റ് കേരള. സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീനദയാൽ ട്രോഫി കേരള കബഡി ലീഗിന്റെ ആവേശകരമായ 4ാം ദിനം. വനിതാ വിഭാഗത്തിൽ കേരള ക്യൂൺസിനെ നേരിടുന്നു സൂര്യകാന്തി. സംസ്ഥാന ദേശീയ താരങ്ങൾ അണിനിരക്കുന്ന പ്രമുഖ ടീമുകൾ. സൂര്യകാന്തി 17, കേരള 13. സൂര്യകാന്തി സ്കോർ 18. കലകളും സംസ്കാരവും പല പല നാടൻ കളികളും കാലത്തിന്റെ പുത്തൻ കുത്തൊഴുക്കിൽ പലതും ഒലിച്ചുപോയി. എങ്കിലും കബഡി അതിന്റെ അനശ്വര പ്രഭയോടുകൂടി ഭാരതീയർ നെഞ്ചിലേറ്റില്ല ആളിക്കുന്നു. കബഡിക്ക് വർണ്ണമില്ല, വർഗമില്ല, ജാതിയില്ല, മതമില്ല, വേദചിന്തകളേതുമില്ല. കരുത്താണ് മുഖ്യം. ചിട്ടയായ പരിശീലനത്തിലൂടെ ശാരീരിക മുറകൾ കൊണ്ട് മിന്നൽ പിണറായി എതിരാളിയുടെ പാളയത്തിൽ അക്ഷമയുടെ വിത്ത് വിതയ്ക്കാൻ കഴിയുന്ന കളിക്കാരുടെ ചിട്ടയായ ചുവടുവയ്പ്. കബഡി ആവേശത്തിന്റെ പുത്തൻ തേരിലേറി ഇതാ വനിതാ ടീമുകൾ മറ്റൊരുക്കുന്നു. സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീനദയാൽ ട്രോഫി കേരള കബഡി ലീഗ് സീസൺ 3. റൈഡ് കേരള ക്യാപ്റ്റൻ വിദ്യ. സൂര്യകാന്തി സ്കോർ 19. സൂര്യകാന്തി 19, കേരള 15. സൂപ്പർ റൈഡ്. 4 പോയിന്റ്. ശക്തമായൊരു മുന്നേറ്റത്തിലൂടെ പ്രിയങ്ക ഗലിയ നേടുന്നത് 4 പോയിന്റാണ്. സൂര്യകാന്തിയുടെ 5ാം നമ്പർ പ്ലെയർ പ്രിയങ്ക ഗലിയ ഒറ്റ റൈഡിലൂടെ 4 പോയിന്റുകൾ നേടുമ്പോൾ അത് സൂപ്പർ റൈഡായി നമ്മൾ തിരഞ്ഞെടുക്കുന്നു. സൂപ്പർ റൈഡ് 23-16. ഇവിടെ സൂപ്പർ ടാക്കിൾ ഓൺ. സൂപ്പർ ടാക്കിൾ തെളിയുകയാണ്. ഓരോ റൈഡുകളും കേരളത്തിന്റെ കോർട്ടിൽ നിന്നും പോയിന്റ് നേടുകയാണ് സൂര്യകാന്തി. ഓരോ റൈഡും. ഹലോ. സൂര്യകാന്തി 24, score 24 points. Surigandhi 24 points. Kerala Kions 17 points.
സൂപ്പർ ടാക്കൽ കേരള ടീമിന്റെ കോർട്ടിലൊരു സൂപ്പർ ടാക്കൽ വന്നു കഴിഞ്ഞു. ആവേശകരമായ മത്സരം, ആദ്യത്തെ മത്സരം ഉജ്ജ്വലമായ പോരാട്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്ന കേരള സൂര്യകാന്തി. സൂര്യകാന്തി സ്കോർ 27 കേരള 19. 19-27 എന്ന സ്കോർ തകർന്ന ചീട്ടുകൊട്ടാരം പോലെ തകർത്തടിച്ചുകൊണ്ട് ശക്തമായ മുന്നേറ്റം. സൂര്യകാന്തിയുടെ ആദ്യം ഒപ്പം നിന്ന ടീമിനെ ശക്തമായൊരു മുന്നേറ്റത്തിലൂടെ ഇതാ വ്യക്തമായ പോയിന്റ് വേട്ട. സ്കോർ 30. സൂര്യകാന്തി 30 points, 20 points കേരള ക്യൂൺസ്. സൂര്യകാന്തി 32. സൂര്യകാന്തി ഇതാ കളിമെടുക്ക്, പരമാവധി കളിമെടുക്ക് അവർ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അവരുടെ ആ കളിമെടുക്ക് കളിക്കളത്തിൽ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് അവരുടെ അതിശക്തമായ മുന്നേറ്റമാണ് നമുക്ക് ഇപ്പോൾ ഈ 4ാം ദിനത്തിൽ ആദ്യ മത്സരത്തിൽ കാണാൻ കഴിയുന്ന വനിതാ ടീമുകളാൽ സമ്പന്നമാകുന്ന കബഡിയുടെ. സൂര്യകാന്തിയുടെ ശക്തമായ മുന്നേറ്റം ആദ്യ മിനിറ്റുകൾ പിന്നിടുമ്പോൾ തന്നെ ഒപ്പമെത്തിയെങ്കിലും എതിരാളികളെ വളഞ്ഞിട്ട് ആക്രമിച്ച് കീഴടക്കുന്ന തന്ത്രപരമായ നീക്കം, ആ ഒരു കരുത്ത്, ആ ഒരു മത്സര മികവ്, അതാണ് സൂര്യകാന്തി ഇവിടെ പ്രകടമാക്കുന്നത് എന്നാണ് നമുക്ക് ഈ മത്സരത്തിലൂടെ കാണാൻ കഴിയുന്ന മറ്റൊരു പ്രത്യേകത എന്നത് ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇവിടെ മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ വിസിൽ മുഴ കഴിഞ്ഞു. ഹാഫ് ടൈം, ഫസ്റ്റ് മാച്ച്, ഫസ്റ്റ് ഹാഫ്. ടീം പ്ലീസ്. കേരള സായി സൂര്യകാന്തി മത്സരത്തിന്റെ ആദ്യ പകുതി പിന്നിടുമ്പോൾ സ്കോർ 20-35 എന്ന ക്രമത്തിലാണ്. 20-35 പോയിന്റ് സൂര്യകാന്തി, 20 പോയിന്റ് കേരള ക്യൂൺസ്. ക്യാപ്റ്റൻ, ടീം മാനേജർ,
Second half, first aid, Surya Gandhi, Captain Monisha, touching point, Captain, team manager, men's section, next match, CISF versus Sai Kerala. First call, next match, men's section, CISF versus Sai Kerala. Super tackle, super tackle, super tackle, super tackle. വിട്ടുകൊടുത്തില്ല എന്ന ശക്തമായ മുന്നേറ്റം. അതാ പ്രിയങ്ക ഗലിയെ ശക്തമായി തടഞ്ഞു നിർത്തിക്കൊണ്ട് 2 പോയിന്റാണ് നേടുന്നത്. 22 കേരള. കേരള 23, 36 സൂര്യകാന്തി. ലോക കായിക രംഗത്ത് ഉന്നത വ്യക്തിത്വങ്ങൾക്ക് ജന്മം നൽകിയ കൊല്ലത്തിന്റെ വണ്ടർഫുൾ. കൈയൊടിക്കരുത്. തുടർച്ചയായ രണ്ടാമത്തെ സൂപ്പർ ടാക്കിൾ ഇതാ കേരള ടീമിന്റെ കോർട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. സൂപ്പർ ടാക്കിൾ 2 പേരും 3 പേരുമുള്ള കോർട്ടിൽ വരുന്ന റൈഡറെ ക്യാച്ച് ചെയ്ത് വെക്കുമ്പോൾ ലഭിക്കുന്ന പോയിന്റാണ് 2. അതാണ് സൂപ്പർ ടാക്കിൾ. ഇവിടെ സ്കോർ സൂര്യകാന്തി 36. സൂര്യകാന്തി 37 കേരള 25 37 26 37 favor of Suryagandhi. Super tackle on. Suryagandhi Foundation Pandit Deen Dayal Trophy Kerala Kabaddi League Season 3. അതൊരു വരവ് തന്നെ. ഒന്നൊന്നര വരവാണത്. എല്ലാരും പോയെന്ന് തോന്നുന്നു. എന്തരായ സൂപ്പർ റൈഡ് 4 പോയിന്റ്. സൂപ്പർ റൈഡ്. അതെ, നേരത്തെ 4 പോയിന്റ് ഇവരെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി. ആ വാശി തിരിച്ചു പിടിച്ചിരിക്കുന്നപ്പോൾ പകരത്തിന് പകരം അതാണ് കബഡി. പകരത്തിന് പകരം കബഡി 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 കബഡി. വീണ്ടും പ്രിയങ്ക ഗലിയാൻ 5 നമ്പർ ജെർസി ഒഴിഞ്ഞുകൊണ്ട് ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ പോയിന്റ് സ്കോർ ചെയ്യുന്ന റൈഡർ കൂടിയാണ് പ്രിയങ്ക ഗലിയ. ടീമിന്റെ ഓരോ മത്സരത്തിലും മികവാർന്ന മുന്നേറ്റം കാഴ്ചവെക്കുവാൻ ശക്തമായ റൈഡ് ചെയ്യുന്ന താരം കൂടിയാണ് 5 നമ്പർ താരം പ്രിയങ്ക ഗലിയ. ഇപ്പോൾ റൈഡുമായി നിൽക്കുന്നു. സ്കോർ സൂര്യകാന്തി 37 31. Official timeout. First aid.
Score 37-31. Favor of Surya Gandhi. 37 Surya Gandhi, 31 Kerala Kions. 31-37 എന്ന ക്രമത്തിലാണ് ഇപ്പോൾ സ്കോർ നില. 37 പോയിന്റുമായി സൂര്യകാന്തി, 31 പോയിന്റ് കേരള ക്യൂൺസ്. തുടർച്ചയായ 2 റൈഡുകളിലൂടെ 5 പോയിന്റ് നേടുകയാണ് കേരള ടീമിന്റെ ക്യാപ്റ്റൻ. Do or die. Priyanka Galia, 5 number player. Wow! ശക്തമായൊരു കടന്നാക്രമണം റൈഡറെ ബോക്സിന് വെളിയിലേക്ക് മറിച്ചുകൊണ്ട് അവിടെ പോയിന്റ് ആക്കുന്നു കേരള ക്യൂൺസ്. ടൈമൗട്ട് വിളിക്കുന്നു കേരള. 38-34. Favor of Surya Gandhi, 38 point. 34 Kerala Kyun. CISF Sai Kerala men's section next match. വീണ്ടും ഇതാ ക്യാപ്റ്റൻ തന്നെ ടീമിനെ വിജയത്തിലെത്തിക്കുവാൻ ഓരോ മത്സരങ്ങളിലും ശക്തമായ മത്സരങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് വിദ്യ മോനിഷ Captain 41 Surya Gandhi 41 Kerala Kyons 35 41 favor of Surya Gandhi. That is 6 റൈഡ് വീണ്ടും ഇതാ ക്യാപ്റ്റൻ തന്നെ എത്തുകയാണ്. സൂര്യകാന്തിയുടെ മോനിഷാൻ 7 നമ്പർ പ്ലെയർ ഇതൊക്കെ പിന്നെ കള്ളോ ശിവനെ. Kerala 37 43 points. Surya Gandhi 43 37
സൂപ്പർ ചാർജ്, നല്ലൊരു ടൈമിംഗ് ചാർജ്. പോയിന്റ് കേരള 38 and 43 favor of Suryakant. Ride Kerala Queens number 9. Monisha. Senior national player Monisha. Wow. സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീനദയാൽ ട്രോഫി കേരള കബഡി ലീഗിന്റെ ആവേശകരമായ 3ാം സീസൺ. വനിതാ വിഭാഗം മത്സരം കഴിഞ്ഞാൽ തുടർന്ന് പുരുഷ മത്സരമാണ്. തുടർന്ന് വരുന്നത് പുരുഷ വിഭാഗത്തിലെ പോരാട്ടമാണ്. എതിരാളികൾ ശക്തരാണ്. അടുത്ത മത്സരം CISF സായി കേരള മെൻ. Score 46-39 favor of Suryakant. Suryakant 46, Kerala 39. Match Suryakant Kerala Queens. Last 5 minutes. Last 5 minutes. Favor of Suryakant. 47. Suryakant Kerala 40. 41. അതും കൊള്ളാം. അടുത്ത മത്സരത്തിലേക്കുള്ള ടീമുകൾ തയ്യാറാകുക. CISF സായി കേരള കേരള 42, Suryakant 47. Last 4 minutes. 47-42 favor of Suryakant. Next match, men's section, second goal, CISF Sai Kerala. Next match, men's section, second goal. Team get ready. മത്സരങ്ങൾ കാണുന്നതിനുള്ള സൗകര്യം എല്ലാവർക്കും ഒരുക്കിയിട്ടുണ്ട്.
സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീനദയാൽ ട്രോഫി കേരള കബഡി ലീഗിന്റെ ആവേശ പോരാട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാലാം ദിനത്തിലെ മത്സരങ്ങൾ ആദ്യ മത്സരം അവസാനം 3 മിനിറ്റിലേക്ക് നീങ്ങുമ്പോൾ 3 മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ 43 സ്കോർ 43-48 5 പോയിന്റ് 6 പോയിന്റ് ലീഡാണ് ഇപ്പോൾ സൂര്യകാന്തിക്ക്. 6 പോയിന്റ് ലീഡാണ് ഇപ്പോൾ അവസാന മിനിറ്റുകൾ നിൽക്കുമ്പോൾ ഈ മത്സരത്തിന്റെ സ്കോർ നില. ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ പോയിന്റ് സ്കോർ ചെയ്ത ഇല്ല 51-43 favor of സൂര്യകാന്തി. അവിടെ സൂപ്പർ ടാക്കിൾ. വൗ, വണ്ടർഫുൾ. സൂപ്പർ ടാക്കിലൂടെ കേരളക്ക് 2 പോയിന്റ് ലഭിക്കുമ്പോൾ കേരള 45 പോയിന്റ്. കേരള ടീമിന് 45 പോയിന്റ്. മറുഭാഗത്ത് സൂര്യകാന്തി 51, 45-51, 46-51. 5 പോയിന്റ് ലീഡ് മാത്രം സൂര്യകാന്തിക്ക് നിൽക്കുമ്പോൾ 4 പേരാണ് കോർട്ടിലുള്ളത്. വീണ്ടും പ്രിയങ്ക ഗലിയ. വാവ്, സൂപ്പർ. തീപറപ്പൻ ഫിനിഷിംഗിലേക്ക്. 47-51, 47. വാവ്, 47-52. 47-52. ഇതാ ക്യാപ്റ്റൻ റൈഡുമായി എത്തുകയാണ് മോനിഷ, നമ്പർ 7 മോനിഷ. ക്യാപ്റ്റൻ പോയിന്റുമായി മടങ്ങുമ്പോൾ ലീഡ് വർദ്ധിപ്പിച്ചുകൊണ്ടേ നിൽക്കുന്നു സൂര്യകാന്തി. 53, കേരള 47-48. അങ്ങനെ ആവേശകരമായ ആദ്യ മത്സരം, 4ാം ദിനത്തിലെ ആദ്യ മത്സരം കേരള ക്യൂൺസും സൂര്യകാന്തി ടീമും തമ്മിൽ മാറ്റുരച്ച ഉജ്ജ്വലമായ പോരാട്ടം. നിരവധി മികച്ച മുഹൂർത്തങ്ങൾ കാണികൾക്ക് സമ്മാനിച്ചുകൊണ്ട് നല്ലൊരു മത്സരമാണ് ഇപ്പോൾ ഇവിടെ അവസാനിച്ചത്. ഇതിന് ഈ മത്സരത്തിന്റെ ഫൈനൽ സ്കോർ ശ്രദ്ധിക്കുക. സൂര്യകാന്തി 53, കേരള ക്യൂൺസ് 48. 48-നെതിരെ 53 പോയിന്റോടുകൂടി ഈ മത്സരത്തില് സൂര്യകാന്തി വിജയിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. കൃത്യമായ കാഴ്ചപ്പാടിലൂടെ, കൃത്യമായ നീക്കങ്ങളിലൂടെ കേരളത്തിന് സമ്മാനിക്കുന്ന ഏറ്റവും വലിയൊരു കായിക മാമാങ്കമാണ് കബഡി. അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് സൂര്യകാന്തി ഫൗണ്ടേഷൻ കേരള കബഡിക്ക് സമർപ്പിക്കുന്ന ഏറ്റവും വലിയൊരു
ആഘോഷരാവ് തന്നെയാണ് നമ്മുടെ ഈ സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീൻദയാൽ ട്രോഫി കേരള കബഡി ലീഗ്. ഇപ്പോൾ സൂര്യകാന്തി ഫൗണ്ടേഷന്റെ എല്ലാ അംഗങ്ങളും ചേർന്നുകൊണ്ട് സൂര്യകാന്തി ടീമിനോടൊപ്പമുള്ള ഒരു ഫോട്ടോ സെഷനാണ്. ശ്രീ എം സുനിൽ, പ്രസിഡന്റ് സൂര്യകാന്തി ഫൗണ്ടേഷൻ, മറ്റ് അംഗങ്ങളെല്ലാവരും ചേർന്ന് സൂര്യകാന്തി ടീമിനോടൊപ്പമുള്ള ഒരു ഫോട്ടോ സെക്ഷൻ. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഇതിന്റെ കഠിനമായ പ്രയത്നമാണ്. ഇത്രയും വലിയ ഭാരതത്തിലെ വിവിധ